പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി സമ്മതിച്ചിട്ടും ടി.ഐ. മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ന്യായീകരണം തുടർന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. മധുസൂദനനെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ താൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പാർട്ടി സമ്മതിച്ചെന്ന് ടി.വി. കുഞ്ഞികൃഷ്ണൻ പ്രചരിപ്പിക്കുമായിരുന്നുവെന്നും രാഗേഷ് പറഞ്ഞു. അതേസമയം പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് വന്ന തുക ടി.ഐ. മധുസൂദനൻ പരസ്യപ്പെടുത്തി. കുഞ്ഞികൃഷ്ണൻ അയച്ച വക്കീൽ നോട്ടീസിന് മറുപടിയായാണ് കണക്ക് പരസ്യപ്പെടുത്തിയത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല, പാർട്ടിക്കില്ല. ആ സമയമില്ലാത്തതുകൊണ്ട് ആ സമയത്ത് ആലോചിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റുന്നതായിരുന്നു നല്ലത്. അല്ലാണ്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ശരിയാണെന്ന് കേട്ടിട്ടല്ല, സ്ഥാനാർത്ഥിയെ മാറ്റുന്നതായിരുന്നു നല്ലത്. അപ്പൊ കുഞ്ഞികൃഷ്ണൻ ഞാൻ പറഞ്ഞ ശരിയായില്ലേ? ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് ചർച്ചകൾക്കൊടുവിൽ സിപിഐഎം കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ തന്നെ സമ്മതിച്ചതിനു ശേഷവും കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ന്യായീകരണം തുടരുകയാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ എതിർ സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ താൻ പറഞ്ഞത് ശരിയെന്ന് പ്രചരിപ്പിക്കുമായിരുന്നുവെന്നും രാഗേഷ്. വിവാദങ്ങളിൽ വിശദീകരണം നൽകാൻ സമയമില്ലാത്തതിനാൽ മധുസൂദനൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചുവെന്നും നുണപ്രചാരണങ്ങൾ എത്ര നടത്തിയാലും സത്യം പുറത്തുവരുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. സത്യം ചെരുപ്പെടുന്നതിന് മുമ്പ് നുണ ലോകം സഞ്ചരിച്ചു വരുമെന്നാണല്ലോ സാധാരണ പറയാറുള്ളത്. ആ നുണ കുറെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ സത്യമായി പുറത്തു വരിക തന്നെ ചെയ്യും. നാരദന്റെ പണിയറിയാവുന്ന ഒറ്റ രാഷ്ട്രീയക്കാരനെ പയ്യന്നൂരിലുള്ളൂവെന്ന് രാഗേഷ് ആരോപിച്ചു. അതാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരളത്തിലാകെ 3 യഥാർത്ഥ വിപ്ലവകാരിയേ ഉള്ളൂ എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നതെന്നും ജില്ലാ സെക്രട്ടറി പരിഹസിച്ചു. സിപിഐഎമ്മിനെതിരെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നാലും തോൽക്കാത്ത പയ്യന്നൂരിൽ എങ്ങനെ തോറ്റെന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ മറുചോദ്യം. ഇതിനിടെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി ടി.ഐ. മധുസൂദനൻ രംഗത്ത് വന്നു. ധനരാജ് കുടുംബസഹായ നിധി എന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സംഭാവനയായി 90,14,268 രൂപ ലഭിച്ചുവെന്നാണ് ടി.ഐ. മധുസൂദനൻ വി കുഞ്ഞികൃഷ്ണൻ അയച്ച വക്കീൽ നോട്ടീസിൽ വിശദീകരിക്കുന്നത്. നിക്ഷേപത്തിന്റെ പലിശ ഇനത്തിൽ 2,78,193 രൂപയും ലഭിച്ചു. ധനരാജിന്റെ കുടുംബത്തിന്റെ പേരിലുള്ള 18 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ ഇനത്തിൽ 7,98,655 രൂപയും അക്കൗണ്ടിലുണ്ട്. പയ്യന്നൂരിലെ ടി പുരുഷോത്തമന്റെ ചെമ്മീൻ ഷെഡ് കത്തിച്ച സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് കുമാർ പറഞ്ഞു. നിയമം ഞങ്ങൾ കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്നും അങ്ങനെയായാൽ അത് അരാജകത്വം ഉണ്ടാക്കുമെന്നും പി സന്തോഷ് കുമാറിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ ചെന്നിത്തലയുടെയും സതീശന്റെയും കുഞ്ഞികൃഷ്ണന്റെയും സ്വന്തം പോലീസല്ലേ കേരളത്തിലുള്ളതെന്നും എന്തേ അന്വേഷിച്ച് പ്രതികളെ പിടിക്കാത്തതെന്ന് കെ രാഗേഷ് ചോദിച്ചു. ആ സമയത്തൊക്കെ പോലീസ് പിണറായിന്റെ പോലീസാണ്, അതുകൊണ്ട് അന്വേഷിക്കാത്തതാണ്, അതുകൊണ്ടാണ് കുറ്റവാളികളെ പിടികൂടാത്തത് എന്നായിരുന്നില്ലേ പ്രചരണം. ഇപ്പൊ പോലീസ് ചെന്നിത്തലയുടെ പോലീസാ, സതീശന്റെ പോലീസാ. ഇവിടെയുള്ള പയ്യന്നൂരിലെ MLA വി കുഞ്ഞികൃഷ്ണന്റെ സ്വന്തം പോലീസാ. എന്താ അന്വേഷിക്കാതെ? കള്ളൻ കപ്പലിലാണെങ്കിലും അല്ലെങ്കിലും പിടികൂടണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. കള്ളൻ കപ്പലിൽ തന്നെയാണെങ്കിൽ കള്ളനെ പിടിക്കണം. അപ്പോൾ ആ നിലയിൽ പിടിക്കുന്നതിന് ആരാ തടസ്സമുള്ളത്? അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞിട്ടും കണ്ണൂർ സിപിഐഎമ്മിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ നീറിപ്പുകയുകയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.